ഹലോ ഫ്രണ്ട്സ്, പൂരി ബാജി അഥവാ പൂരി മസാല നമ്മുടെ വീട്ടിലൊക്കെ കോമൺ ആയിട്ടുണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇതിൻ്റെ റെസിപ്പി അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ആദ്യമായിട്ടൊക്കെ കുക്കിംഗ് തുടങ്ങിയവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ടു നോക്കാം. ആദ്യം മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഒരു അരക്കഷ്ണം ക്യാരറ്റും, അത് നിർബന്ധമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമ്മളൊരു കുക്കറിൽ ആ കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. ഒരു 4 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വന്നാൽ ഇത് വെന്തിട്ടുണ്ടാവും. അങ്ങനെ അത് വെന്തിട്ട് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പൂരിക്ക് കുഴച്ച് വയ്ക്കാം. അതിനായിട്ട് ആട്ട അല്ലെങ്കിൽ ഗോതമ്പ് പൊടി 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 3 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പൂരിക്ക് നല്ലൊരു ക്രിസ്പിനെസ്സൊക്കെ കിട്ടും. പിന്നെ പൂരി ഇങ്ങനെ പൊങ്ങി വന്നത് പെട്ടെന്ന് ഇങ്ങനെ താഴ്ന്നു പോവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് 1 കപ്പ് വെള്ളം കൊണ്ട്, അതായത് ഞാനിവിടെ നോർമൽ വാട്ടറാണ് യൂസ് ചെയ്യണത്. അതായത് ചൂടുള്ളതുമല്ല തണുത്തതുമല്ല, അങ്ങനത്തെ വെള്ളം കൊണ്ടാണ് ഞാൻ കുഴയ്ക്കണത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അത്ര ലൂസാവണ്ട, കുറച്ച് ടൈറ്റായിട്ട് കുഴയ്ക്കുന്നതാണ് പൂരിക്ക് നല്ലത്. അപ്പോൾ അത് അങ്ങനെ കുഴച്ചിട്ട് നമ്മൾ ഈ 1 കപ്പ് വെള്ളം കൊണ്ട് ഇത് കറക്റ്റായിട്ട് കുഴയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മളതൊരു ഭാഗത്തോട്ട് മാറ്റി വയ്ക്കാം. അതവിടെ ഇരിക്കുന്ന ടൈം കൊണ്ട് നമുക്ക് കറി മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് അത് കഴിഞ്ഞിട്ട് ഒരു കഷ്ണം വെളുത്തുള്ളി, അത് നിർബന്ധമൊന്നുമില്ല, പിന്നെ പൊട്ടറ്റൊക്കെ ആയതുകൊണ്ട് വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പച്ചമുളക് അത് 2-3 ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം. കാര്യം നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണില്ല, അതുകൊണ്ട് എരിവിനനുസരിച്ചുള്ളത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് മിക്സാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൽ ഇത് വേവിച്ച് വെച്ച കഷ്ണങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ നമ്മൾ നമ്മുടെ കയ്യിലോണ്ട് തന്നെ അതിൻ്റെ ഒന്ന് വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. എല്ലാ കഷ്ണവും വേണ്ട, കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ശരിക്കും റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടണ പൂരി ബാജിയുടെ ടേസ്റ്റ് തന്നെ കിട്ടും. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. അതൊരു ഭാഗത്തോട്ട് വയ്ക്കാം. നമുക്ക് പൂരി ഉണ്ടാക്കാം. അതിനായിട്ട് ചെറിയ ഉരുളകളാക്കി എടുത്ത് നമ്മൾ പത്തിരി പ്രസ്സിലായിട്ടാണ് ഞാൻ പ്രസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പത്തിരിക്ക് പ്രസ് ചെയ്യുന്ന പോലെ ഭയങ്കര നൈസായിട്ട് പ്രസ് ചെയ്യേണ്ട, കുറച്ച് കട്ടിയിലിരിക്കുന്നതാണ് പൂരിക്ക് നല്ലത്. പിന്നെ ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ശരിക്കും പൊന്തി വരികയില്ല, നല്ലോണം എണ്ണ കുടിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേണം പൂരി പൊരിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് നല്ലോണം പൊങ്ങി വന്നോളും. അപ്പോൾ ഇതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും വീട്ടിൽ നല്ല അടിപൊളി പൂരി ഭാജിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും പൂരി. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. പിന്നെ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.